മാത്യൂസ് നോളേജ് ഇൻഡസ്ട്രി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ വേൾഡ് സമ്മിറ്റ് ഓൺ നോളേജ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 2026 ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നു. I am Rani Raju Matthew, Managing Director of MKIPL, and moreover I was the principal of an international curriculum school there in UAE. MKIPL, it was already incorporated on 17th November 2025. Today we are launching a website highlighting on the various projects and activities of this company. And moreover, we have a world summit on knowledge industries in 2026. So I look forward to your active participation, your cooperation, your goodwill, everything for the prosperity and progress of our company. So let me launch this website now. With your permission, I am going to launch this website. Everyone. നോളജ് ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു ഫീൽഡിൽ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, ലോകത്തിലാദ്യമായിട്ട്. കാരണം നിങ്ങൾക്കറിയാം IT, അതിനുശേഷം ഇപ്പോൾ AI, അതിനുശേഷമുള്ളതാണ് നോളജ് ഇൻഡസ്ട്രി. അതായത് AIക്ക് അപ്പുറമുള്ളതാണ്. അത് വളരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡാണ്. അതായത് ഹ്യൂമൻ ബ്രെയിൻ പവറിനെയും നാച്ചുറൽ ഇൻ്റലിജൻസിനെയും നോളജിനെയും അതിനെ ഉൽപ്പന്നമായി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇത് വേൾഡിലെ ആദ്യത്തെയാണ്. കാരണം ഇതുവരെ ആരും അറ്റംപ്റ്റ് ചെയ്തില്ല. കാരണം ഇന്നുവരെ മനുഷ്യരാശിക്ക് അറിവ് എന്നുള്ളത് ഒരു അബ്സ്ട്രാക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് നിർവചിക്കാനാവാത്ത ഒന്നാണ്. നിങ്ങളുടെ പല എൻസൈക്ലോപ്പീഡിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിവിന് അല്ലെങ്കിൽ നോളജിന് പ്രത്യേക ഡെഫിനേഷൻ ഇല്ല. ഒന്നുകിൽ അത് ഇൻഫർമേഷൻ ആവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ലിമിറ്റ് ചെയ്യും. അതിന് പകരം നോളജ് എന്താണെന്നും നോളജ് ഉൽപ്പന്നമാണെന്നും ഒരു ഭൗതികമായ ഉൽപ്പന്നമായി കണക്കാക്കിക്കൊണ്ട് അതിനെ കൺസ്യൂം ചെയ്യാമെന്നും പ്രൊഡ്യൂസ് ചെയ്യാമെന്നുമുള്ള ഒരു സിദ്ധാന്തം 1982 ഞാൻ ഉണ്ടാക്കി. അത് USSR അക്കാഡമി ഓഫ് സയൻസ് 1985 8 ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അത് മാത്യൂസ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് അറിവ് എന്ന് പറഞ്ഞാൽ അതിന് 2 തിയറികളാണ്. ഫസ്റ്റ് തിയറി ഓഫ് നോളജ് കൺസംഷൻ പ്രൊഡക്ഷൻ കോറിലേഷൻ. സെക്കൻഡ് സ്റ്റേജ് തിയറി ഓഫ് നോളജ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രോത്ത്. അങ്ങനെ മനുഷ്യരാശിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള വികസനത്തെ കാണിക്കുകയാണ്. അവരിപ്പോൾ നിങ്ങളൊക്കെ പേപ്പറിൽ വായിക്കാറുണ്ട്, ഈ പല രാജ്യങ്ങളും നോളജ് ഇക്കോണമി എന്ന് പറയാറുണ്ട്. ആക്ച്വലി നോളജ് ഇക്കോണമി ആയിട്ടില്ല. എല്ലാം ഇപ്പോഴും ഡേറ്റ ഇക്കോണമിയാണ്, ഇൻഫർമേഷൻ ഇക്കോണമിയാണ്. നോളജിലേക്ക് എത്തിയിട്ടില്ല. നോളജ് ഇക്കോണമി ആകണമെങ്കിൽ ഒരു നോളജ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകണം. അതല്ലാതെ നോളജ് ഇക്കോണമി ആകില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചവർക്കറിയാം, ഈ അഗ്രേറിയൻ ഇക്കോണമിയിൽ 80% ആളുകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കും. ഇൻഡസ്ട്രിയൽ ഇക്കോണമിയിൽ 80% ആളുകൾ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി. ഓക്കെ, ദെൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നു. അവിടെ ആ പെർസെൻറ്റേജ് കുറച്ച് കൂടും. അതേപോലത്തെ നോളജ് ഇക്കോണമിയിൽ സമൂഹത്തിലെ 80% ആളുകൾ നോളജിൻ്റെ ഉൽപ്പാദനം, വിപണനം, കൺസംഷൻ ഇതിൽ മാത്രമായിട്ട് എൻഗേജ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് മനുഷ്യരാശിയിൽ നോളജ് കണ്ടുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു 2-3% മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ പോലും വളരെ പരിമിതമായിട്ടാണ് ആ അറിവ് ഉപയോഗിക്കുന്നത്. അതുപോലെ IT-യിൽ ആക്ച്വലി അറിവ് ഉപയോഗിക്കുന്നില്ല. അറിവിൽ IT രംഗത്ത് നമ്മുടെ യങ് പ്രൊഫഷണൽസ് അവർ കൂടുതൽ അവരുടെ ബ്രെയിൻ പവറോ നോളജോ ആരും ടാപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഇനി കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ പവറിൻ്റെയും നോളജിൻ്റെയും കാര്യത്തിൽ വെള്ളത്തിൽ ടോപ്പാണ്. പക്ഷേ ഇവിടെ അവസരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി ആഗോളതലത്തിൽ വിപണനം ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ബിഗിനിങ് ആയിട്ടാണ് ഇപ്പം കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഇതിനെപ്പറ്റിയുള്ള അനവധി തിയററ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം എങ്ങനെയാണ് ഒരു അറിവെന്നുള്ള തൊടാൻ കഴിയാത്ത അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്ന എങ്ങനെ ഉൽപ്പന്നമാക്കി മാറ്റാം, അതിനുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തിയറികൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയുള്ള ടെക്നോളജി എന്തൊക്കെയാണ്, അതിന് വേണ്ടിയുള്ള ബിസിനസ് മോഡൽ എന്തൊക്കെയാണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനു പുറമെ ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ 2026 വേൾഡ് സമ്മിറ്റ് ഓൺ നോളജ് ഇൻഡസ്ട്രി റെവല്യൂഷൻ
ആരംഭിക്കുക. അതിനുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് UN, യുനെസ്കോ പോലുള്ള അന്തർദേശീയ ഏജൻസികളും വൻകിട കോർപ്പറേഷനുകളും സഹകരിക്കാമെന്ന് ഇപ്പോൾ ഉറപ്പ് വന്നിട്ടില്ല. അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.